ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ LP എക്സാമിന്റെ രണ്ടാം ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? ആൻസർ ഓപ്ഷൻ സി, ലോക ക്ഷയ ദിനമാണ് മാർച്ച് 24 എന്ന് പറയുന്നത് ക്ഷയ ദിനമാണ്. 52, ഇരവികുളം പാർക്കിന്റെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1978. 53, രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, സർപ്പഗന്ധി. സർപ്പഗന്ധി സസ്യത്തിൽ നിന്നാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 54, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പൂനെ. പൂനെയിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. 55, മത്സ്യത്തിന്റെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 2. 56, ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അനാഫേസ്. അനാഫേസ് ആണ് അതിന്റെ ആൻസർ. 57, താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൗമുദിയാണ്. 58, DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസയാണ് അതിന് പറ്റാത്ത രോഗം എന്ന് പറയുന്നത്. 59, കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പോൾ എർലിക് ആണ്. പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ് എന്ന് പറയുന്നത്. 60, ജീവകം ഇയുടെ രാസനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ടോക്കോഫെറോൾ ആണ്. ടോക്കോഫിറോൾ ആണ് ജീവകം ഇയുടെ രാസനാമം എന്ന് പറയുന്നത്. 61, ഇനി മുതൽ മാത്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 61ന്റെ ആൻസർ ഓപ്ഷൻ ഡി, 156 ആണ്. 62 ആൻസർ ഓപ്ഷൻ എ, 4 ആണ്. 63, അതായത് 63 ആൻസർ ഓപ്ഷൻ സി, 30 ഡിഗ്രി ആണ്. കാരണം മാത്സിന്റെ ചോദ്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ആൻസർ മാത്രമേ മാർക്ക് ചെയ്ത് പോകുന്നുള്ളൂ. പറ്റിയാൽ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിന്റെ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. 64 ഓപ്ഷൻ ബി, 14 ആണ്. 65 ആൻസർ ഓപ്ഷൻ സി, പഞ്ചഭുജമാണ്. 66 ആൻസർ ഓപ്ഷൻ സി, 3/100 ആണ്. 67, എയും ബിയും അതിന്റെ ശരിയായ ആൻസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 67ന്റെ 16ഉം 20ഉം ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 68ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 4 ആണ്. 69 ആൻസർ ഓപ്ഷൻ ബി, 480 ആണ്. ഈ 67ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന്റെ വിശദമായ ഒരു ക്ലാസ് ഞാൻ പിന്നീട് ചെയ്തു തരേണ്ട, മാത്സിന്റെ മാത്രമായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വിശദീകരിച്ച് തരേണ്ട. ഇനി 70ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 ആണ് ആൻസർ 70ന്റെ. 71ന്റെ ആൻസർ ഓപ്ഷൻ ബി, 71ന്റെ ആൻസർ ഓപ്ഷൻ ഡി, 3000 ആണ്. ഇനി 72ന്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി, 42. 73ന്റെ ആൻസർ ഓപ്ഷൻ ബി, 9:12:20. 74ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 12 m എന്നുള്ളതാണ്, അതായത് 12 മീറ്റർ എന്നുള്ളതാണ്. 75 ആൻസർ ഓപ്ഷൻ എ ആണ്, 1/1,00,000 ആണ്. 76ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 77ന്റെ ആൻസർ ഓപ്ഷൻ സി, 47 ആണ്. 78ന്റെ ആൻസർ ഓപ്ഷൻ എ, 8% 79ന്റെ ആൻസർ ഓപ്ഷൻ ഡി, 2/7 ആണ്. ഇനി 80ാമത്തെ ആൻസർ ഓപ്ഷൻ സി, 30 ആണ്. ഇനി 81 മുതൽ നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. ഇനി 82,
പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാമൂഹിക ബന്ധ പരിശോധനകൾ. ഇനി 83 വായനാ പരിശീലനത്തിനായി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രതിക്രിയാ അധ്യാപനമാണ് ആൻസർ. ഇനി 84 JP ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പരിണിത രൂപങ്ങൾ. 85 നിർദ്ദേശിക രഹിത കൗൺസിലിംഗ് സമീപനത്തിന്റെ പ്രയോക്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കാൾ റോജേഴ്സ് ആണ്. ഇനി 86 താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. 87 പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ സവിശേഷതകളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം. 88 ഉദ്ഗതിയുടെ സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സമഗ്രതാവാദം. ഇനി 89 ഈഡിപ്സ് കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫാലിക് സ്റ്റേജ് സമയത്താണ് അത് പ്രകടിപ്പിക്കപ്പെടുന്നത്. 90 സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വിവ്രജിത ചിന്തനമാണ്. ഇനി 91 സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയെ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേസ് സ്റ്റഡി. 92 ഡെവലപ്മെന്റ് ആൻഡ് ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി റോബർട്ട് ഹാവി ഗസ്റ്റ് ആണ്. 93 പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമീകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 4, 2, 3. 94 എബ്രഹാം മോസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങൾ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സുരക്ഷിതത്വം. 95 ഒരു കാർഡിന്റെ ഒരു വശത്തെ മാമ്പഴത്തിന്റെ ചിത്രവും മറുവശത്തെ മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ആൻസർ ഓപ്ഷൻ ഡി അനുബന്ധന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. 96 വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡാനിയൽ ഗോൾമാൻ ആണ്. 97 കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായ വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച് ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈഗോസ്കിയുടെ കാഴ്ചപ്പാടാണിത്. 98 തന്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിന്റെ സാൻമാർഗിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് സാർവജനനി സദാചാര തത്വത്തിലാണ് ഉൾപ്പെടുന്നത്. 99 ആദ്യ ബാല്യത്തിലെ ഡെവലപ്മെന്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നടക്കാൻ പഠിക്കൽ. ഇനി അവസാന ചോദ്യം 100ാമത്തെ ചോദ്യമാണ്. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്റ്റീവൻ എം കോറി. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നടന്ന LP അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻസുകളും ആൻസറുകളും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.